എടുത്തോ. എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാമോ മകള്? അമ്മച്ചി, അളിയനോടെ പോയി? പള്ളിക്കലോട്ട് പോയി. കുരുള സാറൊക്കെ എന്ന് വരും? അവര് വരും. പെണ്ണുകൂട്ടർക്ക് താമസിക്കാൻ ഗ്രീൻലാൻഡ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 5 AC റൂമേ ഉള്ളൂ. അത് മതിയോ സണിച്ച? പറയാം. മോനെ, എപ്പോ വന്നടാ? സുഖമായിരുന്നു അവിടെ? ഇച്ചായ, മിന്നുകെട്ട് സ്വപ്നം കണ്ട് ഓടി നടന്ന ഒരു പെണ്ണിന്റെ ചിത്രം മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചിട്ടും മായുന്നില്ല. മായണം. ഞാൻ മാച്ചല്ലോ. നാൻസിയെ കാണാറുണ്ടോ? കാലത്ത് കണ്ടു, പള്ളിക്ക് വെച്ച്. പാവത്തിനെ ഇച്ചായ ശപിക്കരുത്. ചാച്ചന്റെ മരണം കഴിഞ്ഞ് ഇച്ചായ നാട് വിട്ടപ്പോഴും ആ കൊച്ചു ഇച്ചായന് വേണ്ടി കാത്തിരുന്നു 5 വർഷം. എന്നിട്ട് അവിടേക്ക് തന്നെ കെട്ടിക്കേറിയല്ലോ, പുല്ലാങ്കുന്നിലേക്ക്. നാൻസി അതിലേക്ക് നിരപരാധിയാണ് ഇച്ചായ. ഇച്ചായന്റെ കല്യാണം നടക്കുന്നെന്നറിഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ആ കുട്ടിയാണ്. നിർഭാഗ്യങ്ങളൊക്കെ പാലോമറ്റത്തുകാർ പ്രാർത്ഥിച്ചു വാങ്ങിയ വരങ്ങളാണല്ലോ. ഇച്ചായ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഇച്ചായനെ വിശ്വസിച്ചൊരു പെൺകുട്ടി നാളത്തെ കഴിഞ്ഞ് കൂടെ ഇറങ്ങി വരിക, അത് മറക്കണ്ട. സുഖാണോ? വരുന്നുണ്ടെന്ന് മോളി സിസ്റ്റർ പറഞ്ഞറിഞ്ഞു. വീട്ടില് കല്യാണ ഒരുക്കത്തിന്റെ തിരക്കാവൂല്ലേ? ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട്, ഒന്നിൽ പിഴച്ചാൽ 3. അതിൽ വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും പാലമറ്റത്തുണ്ട്. ഓളച്ചൻ, സണ്ണിച്ചാനെപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നു. നിങ്ങളുടെ കല്യാണത്തിന്റെ കാർഡ് വളരെ വൈകിയാണ് എനിക്ക് കിട്ടിയത്. ഒരു ഗ്രീറ്റിംഗ് അയക്കാൻ പോലും പറ്റിയില്ല. സണ്ണിച്ചാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെന്താ, പോട്ടെ. ശരി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പാലോമറ്റത്തെ എട്ടിച്ചൻ്റെ മകൻ സണ്ണി. നീ വന്നു എന്നറിഞ്ഞു. അച്ഛൻ വീണ്ടും ഇവിടെ വന്നു എന്ന് അമ്മച്ചി പറഞ്ഞു. പല പല അസുഖം കൊണ്ട് ശരീരം വഴങ്ങാതായപ്പോൾ ഇവിടെ തന്നെ വരണമെന്ന് തോന്നി. ഇനിയുള്ള കാലം ഇവിടെ കഴിയണം, ഇവിടെ തന്നെ അവസാനിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സെമിത്തേരി കയറി. തെമ്മാടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. അന്നത്തെ തിരക്കിനിടയിൽ ഞാനും അച്ഛനും മറന്നു. ഒരു കല്ലോ മരമോ എടുത്തു വെക്കാമായിരുന്നു അടയാളത്തിന്. ഞാൻ വരട്ടെ.
പള്ളിയിലേക്ക് നിനക്ക് ഡ്രൈവറെ പറഞ്ഞയക്കാൻ മേലായിരുന്നു. അപ്പൻ എത്ര നേരമായി നിന്നെയും കാത്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ കൂടെ ഇച്ചാന് പോയിക്കൂടായിരുന്നോ? ശാന്തമ്പാറ കൂപ്പുലേലത്തിന് പോവാ. ഐശ്വര്യമുള്ള നിന്നെയും കൊണ്ട് പോയാലേ ലേലം ഉറപ്പിച്ച് കിട്ടുന്നു. അതേടാ, അവൻ ഐശ്വര്യമുള്ളവൻ തന്നെയാ. അവനെ കൊണ്ട് പോയിട്ടുള്ള എന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ അതും ഇതും പറഞ്ഞ് പിള്ളേരെ തമ്മിൽ തല്ലിക്കാതെ. നീ ഒന്ന് പോടി മാപ്പിളച്ചി. കുഞ്ഞുഞ്ഞെ വണ്ടി എടുക്ക. വാടാ മോനെ. അളിയാ, നിനക്കെന്തോ ടൗണിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? അളിയനോട് പറഞ്ഞാൽ മതി. ആ ഞാനും നാൻസി ഇന്നലെ പോയി വാങ്ങിച്ചു. നാൻസി എന്താ സ്വപ്നം കാണാൻ? പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ച മയക്കവും ഒക്കെ. അങ്ങനെ അങ്ങ് പോവാതെ അവനെ മാത്രം ഓർത്താ പോരല്ലോ. എന്നെയും കൂടെ. നാൻസി, പോളച്ചനോട് വീട് മാറുന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു, പലവട്ടം. ഈ കാര്യം ഞാൻ എങ്ങനെ പറയും ചേച്ചി? ഞാനൊന്ന് കളിക്കട്ടെ. തമ്പുരാക്കന്മാരെല്ലാം ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. കൺഗ്രാജുലേഷൻസ്. ദാമോദരൻ സാറ് SIയിൽ നിന്ന് CAയിലോട്ട് ഉയർന്നു എന്ന് കേട്ടു. കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ലല്ലോ, ഡോക്ടർ ജോർജ് വർഗീസ്. തിരക്കിലാവും, ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം. പിന്നെ നാളെ എൻ്റെ കല്യാണമാണ്. എല്ലാവരും വന്ന് കണ്ടുകൂടി എന്നെ ആശീർവദിക്കണം. അത് പറയാനാ വന്നത്. താനെന്താ മനുഷ്യനെ ഒരുമാതിരി കളിയാക്കി സംസാരിക്കുന്നത്? മുതലാളി ഇരിക്കുന്നിടത്ത് അങ്ങേര് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആശ്രിതൻ സംസാരിക്കാൻ പാടില്ല. അങ്ങേർക്ക് പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് സാറിന്റെ സർവീസിലിരിക്കുന്ന പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. കാളകെട്ടി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറി നീ മറന്നോടാ? ഇല്ല, ആ സ്റ്റേഷനിലെ ക്രിസ്തുമസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ആ ദിവസം, ആ പകലിന്റെ രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഊരിക്കുന്നതിന്റെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കാം. ഓർത്തോ? എടാ 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 കൊച്ചനെ, സിംഗപ്പൂരിൽ പോയി കിടന്ന് 10 കാശ് ഉണ്ടാക്കുന്ന നെകളിപ്പൊന്നും ഇവിടെ വേണ്ട. നാട് വിട്ട് നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്താണെന്നറിയാം? ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോടുണ്ടായിരിക്കണേന്ന്. നാളെ എന്റെ കല്യാണമാണ്. ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ. മറന്നു പോകണ്ട. കാണാം. മലയാളമൊക്കെ അറിയാമല്ലേ? ഇതാ കൂത്ത്. പിന്നെ ഈ വർത്താനം പറഞ്ഞൊക്കെ എന്താ അറിവില്ല? പോയേച്ചി, സിംഗപ്പൂരിൽ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അമ്മച്ചി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്ന് പറഞ്ഞ് പൈലിച്ചാൻ എന്തൊരു കളിയാക്കായിരുന്നു. എന്റെ പിള്ളേരെ, ആ കൊച്ചിത്തിരി കാറ്റു കൊള്ളട്ടെ. ഓ, ഈ അമ്മച്ചിക്ക് പുത്ത മരുമകൾ വന്നപ്പോ ഞങ്ങൾ മക്കളെ ഒന്നും വേണ്ട. അതേടി, എനിക്കിനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട. മോള് വാ. സണ്ണിച്ച പെമ്പിളയും കൊണ്ട് സിംഗപ്പൂര് പോകുമ്പോ അമ്മച്ചി എന്നെ എടുക്കുന്ന അറിയാലോ. സിംഗപ്പൂരിലല്ല, ഈ വീടിന്റെ പടി കടത്തി ഞാൻ എന്റെ മോളെ എങ്ങും വിടത്തില്ല. അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ. വാ മോളെ. അമ്മച്ചി, ഞാൻ ഇറങ്ങാ. കൊച്ചിനിന്ന എന്റെ വക പണ്ടെന്റെ കല്യാണത്തിനായിട്ട് ചാച്ച വാങ്ങിച്ചു തന്നതാ. പിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു. മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു.
സണ്ണിച്ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് കൊടുക്കാൻ. മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ, ചാച്ചന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. സണ്ണിച്ചായ, നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചനെ കുഴിമാടത്തിൽ പ്രാർത്ഥിക്കണം. സണ്ണിച്ചാന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുട്ടി. കർത്താവ് എല്ലാം നന്നായി വരുത്തും. ഞാൻ വരട്ടെ.